കേരളത്തിലെ സ്കൂളുകളിലെ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ മന്ത്രി DGPക്ക് പരാതി നൽകി. അതേസമയം നടക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തോടുള്ള വെല്ലുവിളിയെന്നും മന്ത്രി. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബിൽ വന്ന സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഇപ്പോൾ നമുക്കറിയാം കേരള സിലബസിൽ ഓണപരീക്ഷകൾ നടക്കുന്ന സ്കൂളുകളിൽ ഓണപരീക്ഷകൾ നടക്കുന്ന കാലമാണ്. ഈ സമയത്താണ് ചോദ്യപേപ്പർ യൂട്യൂബിൽ വരുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രിക്ക് തന്നെ പരാതിയുണ്ട്. അദ്ദേഹം DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ യൂട്യൂബിലൂടെ അടക്കം പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പലരുടെയും കൈകളിലേക്ക് ചില വിഷയങ്ങളുടെ പരീക്ഷാ ചോദ്യപേപ്പറുകൾ അടക്കം കൈകൾ എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ എങ്ങനെ പുറത്തു വന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെ പുറത്തായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഒരു ആശങ്ക ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചില ട്യൂഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, യൂട്യൂബിലൂടെ ചോദ്യപേപ്പർ പുറത്തു വന്നതായി കൃത്യമായി വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒരു സമഗ്ര അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ അത് പോലീസ് തലത്തിൽ നടത്താനായി DGPയോട് ആവശ്യപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് പരാതി അടക്കം നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. മാത്സ് അടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കടുപ്പമുള്ള വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളാണ് കഴിഞ്ഞ ദിവസം ചില ട്യൂഷൻ സെന്ററുകളുടെ പേരുകളിൽ അടക്കം യൂട്യൂബിലേക്ക് എത്തിയത്. കഴിഞ്ഞ ഓണപരീക്ഷ സമയത്തും സമാനമായ രീതിയിൽ പരീക്ഷാ ചോദ്യപേപ്പറുകൾ ഇത്തരത്തിൽ പുറത്തായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ ആളുകൾ തന്നെയാണ് പലതും ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന സംഘത്തിലും ആ ഒരു സമിതിയിലും ഒക്കെ ഉള്ളത്. സ്വാഭാവികമായും അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലാണോ ഈ ചോദ്യപേപ്പറുകൾ പുറത്തേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചനകൾ നടക്കുന്നത്. മാത്രമല്ല, ഈ ട്യൂഷൻ സെന്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന്റെ ഒരു ഭാഗം ഇത്തരത്തിലാണ്. ഒപ്പം തന്നെ ചില വിഷയങ്ങളുടെ ചോദ്യപേപ്പർ പുറത്തു പോകുന്നത് പ്രത്യേകമായി പരിശോധിക്കും എന്നുള്ളതാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മാത്സ് അടക്കമുള്ള ഏറ്റവും വിദ്യാർത്ഥികൾക്ക് പ്രയാസകരമായിട്ടുള്ള വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളാണ് പല ഘട്ടങ്ങളിലും പല തവണയും ഈ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു ടീം ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരായ രീതിയിൽ പോകുന്ന സംവിധാനത്തെ തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ആ ലക്ഷ്യം അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ആ നടപടികൾ എടുക്കുന്നതിൽ വകുപ്പിന് യാതൊരുവിധ സംശയവുമില്ല. കുറ്റക്കാരാരാണെങ്കിലും അത് വകുപ്പിനുള്ളിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നുള്ള ഏതെങ്കിലും അധ്യാപകരോ ട്യൂഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ചോ ആണെങ്കിൽ അവർക്കെതിരെയും കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്രിസ്മസ് പരീക്ഷകൾ അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ചോദ്യപേപ്പറുകൾ പുറത്തു വന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ചോദ്യപേപ്പർ പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉയർന്നിരുന്നു. ചില രക്ഷകർത്താക്കളും അധ്യാപകരും അടക്കമുള്ളവർ ഈ ആശങ്ക പ്രകടിപ്പിക്കുകയും ഈ ചോദ്യപേപ്പറുകൾ യൂട്യൂബിൽ അടക്കം വന്ന സാഹചര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുകയും ചേർന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ചേർന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് സമഗ്രമായ അന്വേഷണം നടക്കുന്നു, മറുഭാഗത്ത് പോലീസ് സേനയെ വെച്ചുകൊണ്ട് ആരാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് അപ്ലോഡ് ചെയ്തത് യൂട്യൂബിൽ അടക്കം എന്നുള്ള സാങ്കേതികത അടക്കം പരിശോധിക്കാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്ന. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പിന്നോട്ടില്ല, എല്ലാ രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകും, കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് മന്ത്രിയും പറയുന്നത്. വിനോദ്.